നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആവേശകരമായി തുടരുകയാണ്. കോൺഗ്രസും CPM തമ്മിലുള്ള മത്സരം ഒരു ഭാഗത്ത്, അൻവറും നോട്ടയും തമ്മിലുള്ള മത്സരം മറുഭാഗത്ത്, പിന്നെ എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്ന മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ. അതിലൊന്ന് BJP ആണ്, മറ്റത് SDPI ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾ എഴുതി തള്ളാൻ പറ്റുകയില്ല എന്നാണ് രണ്ടു കൂട്ടരുടെയും അവകാശവാദം. പിന്നെ കുറേയേറെ സ്വതന്ത്രന്മാരുമുണ്ട്. അവരും കൂടി ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പൊലിമ ഉണ്ടാകും. ഏതായാലും യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് സ്വരാജും നമ്മുടെ ആര്യാടൻ ഷൗക്കത്തും തമ്മിലാണ്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ചിത്രത്തിലുണ്ട്. അവരും കൂടി ചേർന്നാലേ ഈ ചിത്രം പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചില പാർട്ടികളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അതിലൊന്ന് നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ വിഖ്യാതമായ PDP ആണ്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ വളരെ കാലമായിട്ട് തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നില്ല. അവർ സമയാസമയങ്ങളിൽ ഏതെങ്കിലും പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ അവരുടെ പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പിന്തുണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജിനാണ്. മദനി പാർട്ടിക്ക് പണ്ട് കാലത്ത് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അവരതൊക്കെ തെറ്റിതിരുത്തി ഈ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് സ്ഥാനാർത്ഥി സഖാവ് പറഞ്ഞത്. PDP എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെടുന്നവരുടെ ഒരു പാർട്ടിയാണ്. നിന്ദിതരുടെയും പീഡിതരുടെയും നിരാശ്രയരായിട്ടുള്ള ആളുകളുടെയും ഏകാവലംബമായിട്ടുള്ള ഇടതുമുന്നണിയാണ് അവർക്ക് യോജിക്കാവുന്ന പ്ലാറ്റ്ഫോം എന്നും താത്വിക ആചാര്യം കൂടിയായിട്ടുള്ള നമ്മുടെ ഗോവിന്ദ മാഷ് മാർക്സിൻ്റെ എംഗൽസിൻ്റെ ഷഡനോവിൻ്റെയൊക്കെ സിദ്ധാന്തങ്ങൾ വായിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബേബി സഖാവും ഇതിന് വിപരീതമായൊരു അഭിപ്രായം പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും PDP കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഇടതുപക്ഷത്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്തവണ അത് ആവർത്തിച്ചു എന്ന് വിചാരിച്ചാൽ മതി. മാത്രമല്ല അവർക്ക് നന്ദി ഉണ്ടാവുമല്ലോ. EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തമിഴ്നാട് പോലീസിന് മദനിയെ പിടിച്ചു കൊടുത്തത്. പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് അബ്ദുൽ നാസർ മദനിയെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ അൻവാർശ്ശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന് കൈമാറിയത്. അങ്ങനെ വളരെ കാലം ഇദ്ദേഹത്തിന് ആദ്യം തമിഴ്നാടിൻ്റെയും പിന്നീട് കർണാടകത്തിൻ്റെ ആതിഥ്യം അനുഭവിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് കടപ്പാട് ആരോടാണ് വേണ്ടത്? ഇടതുപക്ഷത്തോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്തുണയായിട്ട് കണക്കാക്കിയാൽ മതി. ഇനി തിരിച്ചു വരുമ്പോൾ ഇത് ബാലൻസ് ചെയ്യണ്ടേ? അതിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അഥവാ ഫെയർവെൽ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് വലിയ ജനസ്വാധീനമൊന്നുമില്ല. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായിട്ട് പത്രവും ആഴ്ചപ്പതിപ്പും അതുപോലെ ചാനലുള്ളതുകൊണ്ട് ഈ സാധുക്കളായ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ഒരു അജണ്ട ഫിക്സ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് ആരൊക്കെയാണ് പുരോഗമനവാദി, ആരൊക്കെയാണ് മതേതരവാദി, ആരൊക്കെയാണ് നമുക്ക് സ്വീകാര്യരായിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് ഹമാസിനെ പിന്തുണക്കുന്നത്, ആരൊക്കെയാണ് ഹമാസിനെ എതിർക്കുന്നത്, ആരൊക്കെയാണ് ഇവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, ആരൊക്കെയാണ് ന്യൂനപക്ഷത്തെ ഒറ്റിക്കൊടുക്കുന്നത്, ആരൊക്കെയാണ് വഞ്ചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഇവരുടെ ഡാബീസിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിന്തുണ കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളായിട്ട് ഇവർ UDFനാണ് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിന്തുണ എന്ന് വെച്ചാൽ വലിയ രസമാണ്. അവർ പിന്തുണച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്തു എന്നല്ല. ഇപ്പോൾ ചേലക്കരയിൽ ഫെയർവെൽ പാർട്ടിയുടെ പിന്തുണ രമ്യ ഹരിദാസിനായിരുന്നു. പക്ഷേ രമ്യ ഹരിദാസ് പിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി സകല വിദ്യയെ പയറ്റീസ് ഇവരുടെ ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെയുള്ള വിദ്യകളാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിന്തുണച്ചു. മാങ്കൂട്ടം ജയിച്ചപ്പോൾ അവർ വലിയ ഹർഷാരവം മുഴക്കുകയും കോൾവയർ കുളിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് വ്യത്യാസം. ചില ആൾക്കാർക്ക് വെറും വാക്കാലുള്ള പിന്തുണ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ശരിക്കുള്ള പിന്തുണ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത്തവണത്തെ അവരുടെ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിനാണ്. എന്ന് വെച്ചാൽ അതിലും വലിയൊരു തമാശ വേറെ ഉണ്ടോ? വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഒട്ടും തന്നെ ഗൗനിക്കാത്ത ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. മുസ്ലിം മതമൗലികവാദത്തെയും മതരാഷ്ട്രവാദത്തെയും നിശിതമായി വിമർശിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അത് ആര്യാടൻ ഷൗക്കത്താണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് യശശരീരനായ ആര്യാടൻ മുഹമ്മദായിരുന്നു. ഈ ആര്യാടന്മാരെ വിമർശിച്ചിട്ടുള്ള പോലെ മുസ്ലിം ലീഗിനെ പോലും ഒരു കോൺഗ്രസ്സുകാരും വിമർശിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആരും പറയാനുമില്ല, ഫെയർവെൽ പാർട്ടിയുടെ ആരും അല്ലെങ്കിൽ SDPയുടെ കാര്യവും പറയാനില്ല. അതുകൊണ്ടാണ് SDPക്കാർ അന്തസ്സായിട്ട് ആദ്യം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇവർക്ക് സ്വീകാര്യനായി ഏതെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നില്ല. അവരുടെ പ്രവർത്തകർ വീടാന്തരം കയറി ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുമായിരുന്നു.
പക്ഷേ അതുകൊണ്ടായിട്ടില്ല. അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി. ഈ വെൽഫെയർ പാർട്ടിക്കാർ അതിനേക്കാളും പൂണ്ടവന്മാരാണ്. അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി 600 വോട്ട് പോലും കിട്ടുകയില്ല. നിലമ്പൂരിൽ ഏറ്റവും കൂടി 500-555 വോട്ട് കിട്ടും. അത്രേ ഉള്ളൂ വെൽഫെയർ പാർട്ടി. പക്ഷേ അവർ പിന്തുണ പ്രഖ്യാപിക്കും, മാർക്ക് പ്രഖ്യാപിക്കും, UDF പ്രഖ്യാപിക്കും. വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് ചെയ്യും? വോട്ട് ചെയ്യുമ്പോൾ ആര്യാടനെ ചെയ്യുകയില്ല, ആര്യാടൻ ഷൗക്കത്തിന് ഒരിക്കലും ചെയ്യുകയില്ല. മറിച്ച് അവർ മറ്റൊരു സ്ഥാനാർത്ഥി കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ശരിക്കും വോട്ട് ചെയ്യുന്ന സ്വരാജിനാണ്. സ്വരാജിനും ചെയ്യുകയില്ല. കാരണം മറ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാരും സ്വരാജ് തമ്മിലൊരു വ്യത്യാസം. ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു മാർക്സിസ്റ്റ് നേതാവാണ് എം സ്വരാജ്. അത് ഒന്നിലധികം തവണ ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തി. RSSന് തുല്യമായിട്ടുള്ള മുസ്ലിം മതമൗലികവാദ മതരാഷ്ട്ര സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പോഴും കിട്ടും. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഫെയർവെൽ പാർട്ടിക്കാർക്കും സ്വരാജിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യുകയില്ല. RSSകാർ സ്വരാജിന് വോട്ട് ചെയ്താൽ പോലും വെൽഫെയർ പാർട്ടിക്കാർ സ്വരാജിന് വോട്ട് ചെയ്യുകയില്ല. അപ്പോൾ പിന്നെ അവരുടെ വോട്ട് ആർക്ക് പോകും? ആര്യാടൻ ഷൗക്കത്തിന് ഏതായാലും കിട്ടുകയില്ല, സ്വരാജിന് കിട്ടുകയില്ല. പിന്നെ ഇവരുടെ വോട്ട് ഒന്നുകിൽ SDPIക്ക് പോകും, അതിനേക്കാളും PV അൻവറിന് പോകാനുള്ള സാധ്യത. PV അൻവറിന് കിട്ടുന്ന വോട്ടുകളിൽ തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുണ്ടാവും. കാരണം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. അതായത് കേരള പോലീസിന് പൂർണ്ണമായിട്ടും RSSകാർ വിഴുങ്ങിയിരിക്കുന്നു. അവരുടെ ഡീപ്പ് സ്റ്റേറ്റാണ് ഭരണം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയനാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന P ശശിയാണ്. എങ്കിലും ഈ പോലീസ് സംവിധാനം പൂർണ്ണമായിട്ടും മുസ്ലിം സമുദായത്തിനെതിരാണ്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് എതിരാണ്. മലപ്പുറം ജില്ലയെ മത തീവ്രവാദികളുടെ ഒരു സ്ഥലമാക്കി ചിത്രീകരിക്കാൻ, ക്രിമിനലുകളുടെ താവളമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു വലിയ ശ്രമം ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ചേർന്ന് നിർവഹിക്കുന്നു എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആശയമാണ് PV അൻവർ അറിഞ്ഞോ അറിയാതെ മുന്നോട്ട് വെച്ചത്. PV അൻവർ ജമാഅത്തെ ഇസ്ലാമിക്കാരനൊന്നുമല്ല, ആകാനും പറ്റിയില്ല. അത് ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്, ഇടക്കാലത്ത് ഇടതുപക്ഷത്തിൽ നിന്നു എന്ന് മാത്രം. പക്ഷേ ഇവർ പറഞ്ഞ ആശയത്തെ മുന്നോട്ട് വെച്ചത് PV അൻവറാണ്. അവർ കേൾക്കാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ അൻവറിൻ്റെ വായിൽ നിന്നാണ് പുറത്തു വന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം, ഞാൻ ഊഹിക്കുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ 100-500 പേരുള്ളെങ്കിൽ പോലും അവരുടെ വോട്ട് കിട്ടാൻ പോകുന്നത് അവർ പിന്തുണ പ്രഖ്യാപിച്ച ഷൗക്കത്തിനല്ല, അവർ പിന്തുണ പ്രഖ്യാപിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന PV അൻവറിനാണ്. അപ്പോൾ ഏതായാലും ഇവരുടെ വോട്ടൊന്നും നിലമ്പൂർ വോട്ടുന്നതിന് നിർണായകമല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ PDPക്കാരുടെ വോട്ടും 100-300 കാണുള്ളൂ. SDPIക്കാരുടെ വോട്ട് അതിപ്പോൾ എണ്ണിക്കഴിയുമ്പോൾ കാണാം അവരുടെ സ്ഥാനാർത്ഥിക്ക്. അതിലൊക്കെ വളരെ വളരെ കുറവ് വോട്ട് ഉള്ള പാർട്ടിയാണ് ഈ ഫെയർവെൽ പാർട്ടി. അവരുടെ പിന്തുണ കിട്ടിയാൽ ചീത്തപ്പേരെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. അന്യതാ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ചില ആളുകളെങ്കിലും ഇവരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തില്ലെന്ന് വരും. അങ്ങനെ ദുഷ്പേരല്ലാതെ യാതൊരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിൽ പോലും അവരുടെ ഗംഭീരമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ട്, മാത്രവുമല്ല ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഫെയർവെൽ പാർട്ടിയെ UDFിലെ ഒരു അസോസിയേറ്റ് മെമ്പറാക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പിന്തുണ അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ യാതൊന്നും സംശയിക്കേണ്ട, 3ാം പിണറായി സർക്കാർ ഉണ്ടായാൽ മതിയാവും. ഈ UDFന് സ്വന്തം വള്ളം മുക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടിയെ UDFിൽ എടുത്താൽ മതി. പൂർണ്ണാംഗമായിട്ട് എടുക്കേണ്ട, അസോസിയേറ്റ് മെമ്പറായിട്ട് എടുത്താലും മതി. ബാക്കി കാര്യങ്ങൾ തീരുമാനമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.